നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഈ താഴെ കാണുന്നതാണ് നമ്മൾ ടോട്ടലായിട്ട് അടയ്ക്കേണ്ട എമൗണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എങ്ങനെ അടയ്ക്കും? നമ്മുടെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ട്, നമ്മൾ ഫോൺ പേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കറണ്ട് ബില്ല് അടയ്ക്കാമെന്ന് എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഫോൺ പേ ഉപയോഗിച്ച് അടയ്ക്കും എന്നാണ് ലൈവായിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ നമ്പറാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നമ്പർ. അപ്പോൾ ഈ ഒരു നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫോൺ പേയിൽ നമുക്ക് അകത്തേട്ട് കയറാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതലും ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെങ്കിലും ഫോൺ പേ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ മൊബൈലിൽ ഫോൺ പേയുടെ ഹോം പേജിൽ നമുക്കിവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ തന്നെ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം, KSEB എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. KSEB ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ കൺസ്യൂമർ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ നമ്പർ അടിച്ചതിന് ശേഷം താഴെ നമ്മൾ കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഫിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ UPI നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനപ്പോൾ UPI നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 690 രൂപ നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാം. കണ്ടോ, ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മളത് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇനിയാണെങ്കിലും സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഫോണിലെ ഫോൺ പേ മൊബൈലിലെ ഫോൺ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്കിതൊക്കെ അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനി സ്വന്തമായിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.